ബുധനാഴ്ച പുലർച്ചെ മുതൽ റഷ്യ ഉക്രൈന് മേൽ ആരംഭിച്ച ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ റഷ്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈന്റെ തലസ്ഥാനമായ കൈവിൽ വലിയ തോതിലുള്ള സംയോജിതമായ ഡ്രോൺ മിസൈൽ അറ്റാക്കുകളാണ് ഈ റഷ്യ നടത്തുന്നത്. അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരേ സമയമാണ് ഈ അറ്റാക്കുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ ഇത് പലപ്പോഴും തടയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരേ സമയം നടത്തുന്ന ഒരു അറ്റാക്കിലേക്കാണ് ഇപ്പോൾ റഷ്യ നീങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ ജനവാസ കേന്ദ്രങ്ങൾ, ഇതിനു മുൻപൊന്നും റഷ്യ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്നില്ലെങ്കിൽ ഇത്തവണ ജനവാസ കേന്ദ്രങ്ങൾ കൂടി ലക്ഷ്യമിടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഹോട്ടലുകളുടെയും കത്തിയമരുന്ന റെസിഡൻഷ്യൽ ഏരിയകളുടെയും ഒക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട്. ഏതായാലും അവിടെയുള്ള ജനങ്ങളോട് ഷെൽട്ടറുകളിലേക്ക് പോകാനായിട്ട് കൈവ് മേയർ വിറ്റാലി കിഷ്കോവ് പറഞ്ഞിട്ടുണ്ട്. അതായത് ജനങ്ങളോട് ഈ ഷട്ടറുകളിലേക്ക് എത്രയും പെട്ടെന്ന് മാറണം എന്നാണ് പറയുന്നത്. ഷെവ്ചിൽസ്കി ജില്ലയിലെ ഈ ഹോട്ടലുകൾ ഒപ്പം തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുന്നത്. ഇടതടവില്ലാതെയുള്ള ഡ്രോൺ മിസൈൽ ആക്രമണമാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷെൽട്ടറിൽ ഉള്ളവർ തിരിച്ച് ഒരു അറിയിപ്പ് ലഭിക്കുന്നവരെ പുറത്ത് ഇറങ്ങരുത് എന്ന് അധികൃതർ ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഷെൽട്ടറിലുള്ളവരൊക്കെ തന്നെ സുരക്ഷിതമായി അവിടെ തുടരുക, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവിടെ തുടരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് റഷ്യൻ തലസ്ഥാനത്തേക്ക് വലിയ രീതിയിൽ തന്നെയുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതിനൊരു തിരിച്ചടി അവരും പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ ഏതായാലും ആ തിരിച്ചടി റഷ്യ തുടങ്ങിയിരിക്കുന്നു. ഇത്തവണ ഡ്രോണുകളിൽ മാത്രം ഒതുക്കുന്നില്ല റഷ്യ, പകരം ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിലടക്കം കനത്ത ആക്രമണമാണ് നടത്തുന്നത്. പ്രധാന ലക്ഷ്യം ഉക്രൈന്റെ തലസ്ഥാനമായ കൈവ് തന്നെയാണ്. അവിടെയാണ് ഒരു വലിയ ആക്രമണത്തിന്റെ പരമ്പര തന്നെയാണ് റഷ്യ തുടങ്ങി വെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.